സാധകന്റെ സഞ്ചാരം. ഈ ഗ്രന്ഥത്തിലെ സാധകൻ അജ്ഞാതനായ ഒരു സഞ്ചാരിയാണ്. സാധകന്റെ സഞ്ചാരം എന്ന വളരെ പ്രചാരത്തിലുള്ള ഒരു പുസ്തകം. അതിൻ്റെ സാധകൻ തൻ്റെ യാത്രയിൽ കൂടെ കരുതിയിരുന്ന മറ്റൊരു ഗ്രന്ഥമുണ്ട്. അതിൻ്റെ പേര് അധ്യാത്മ പ്രേമം എന്നാണ്. അതാണ് ഈ ഗ്രന്ഥം. ഇത് 5 ഭാഗങ്ങളുള്ള വളരെ ബൃഹത്തായ ഒരു ഗ്രന്ഥമാണ്. സാധകൻ ആ ഗ്രന്ഥമാണ് കൂടെ തൻ്റെ യാത്രയിൽ കരുതിയിരുന്നത്. സാധകൻ്റെ കയ്യിൽ തൻ്റെ മാറാപ്പിൽ ഈ അധ്യാത്മപ്രേമം എന്ന ഗ്രന്ഥവും വിശുദ്ധ വേദപുസ്തകവും പിന്നെ കുറച്ച് കഴിക്കാനുള്ള റൊട്ടിയും ഉപ്പും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ മാറാപ്പും പേറി സാധകൻ സഞ്ചരിക്കുന്നതാണ് ഈ ഗ്രന്ഥത്തിൽ വിവരിച്ചിട്ടുള്ള ഭാഗങ്ങൾ. ഈ സാധകന്റെ സഞ്ചാരം എന്ന പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ശ്രീരാമകൃഷ്ണ മിഷൻ, തൃശ്ശൂരിൽ പുറനാട്ടുകരയിലുള്ള ശ്രീരാമകൃഷ്ണ മിഷൻ്റെ പ്രസ്സിലാണ് ഈ ഗ്രന്ഥം അച്ചടിച്ചിട്ടുള്ളത്. ആശ്രമത്തിലെ സന്യാസി വര്യനായ സിദ്ധിനാഥാനന്ദ സ്വാമിയാണ് ഇങ്ങനെ ഒരു പുസ്തകത്തെക്കുറിച്ചുള്ള കേട്ടറിവ്. ഇത് റഷ്യൻ ഭാഷയിൽ ഉണ്ടായിരുന്നു. പിന്നീട് അതിൻ്റെ കോപ്പികൾക്കൊന്നും ആർക്കും അറിയില്ല. കാര്യം ഒരേ ഒരു കയ്യെഴുത്ത് പ്രതി മാത്രം ഉണ്ടായിരുന്നതാണ് വർഷങ്ങൾക്ക് മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ്. അപ്പോൾ 1800കളിലാണ് ഈ സാധകൻ്റെ സഞ്ചാരം ഉണ്ടായത്, ഈ ഗ്രന്ഥം രചിക്കപ്പെട്ടത്. അതിനെയാണ് മലയാളത്തിൽ പിന്നീട് സാധകൻ്റെ സഞ്ചാരം എന്ന, ഇംഗ്ലീഷിലേക്കുണ്ടായി. വേ ഓഫ് എ പിൽഗ്രീം എന്ന ഇംഗ്ലീഷ് പുസ്തകമുണ്ട്. അതിൻ്റെ കൂടെ സാധകൻ്റെ സഞ്ചാരം എന്ന മലയാള പുസ്തകവും സിദ്ധിനാഥാനന്ദ സ്വാമി പരിഭാഷപ്പെടുത്തി. ഈ സാധകൻ്റെ സാധകൻ കൂടെ കൊണ്ടു നടക്കുന്ന ഈ അധ്യാത്മപ്രേമം അഥവാ ഫിലോക്കാലിയ എന്ന ഈ ഗ്രന്ഥത്തിനെ കുറിച്ചുള്ള ഒരു ചർച്ചയാണ് ഇന്നിവിടെ അവതരിപ്പിക്കുന്നത്. കാരണം ഈ ഗ്രന്ഥം, ഈ ഫിലോക്കാലിയ എന്ന ഈ സാധകൻ കൂടെ കരുതിയിരുന്നു എന്ന് പറയപ്പെടുന്ന ഈ ഫിലോക്കാലിയ എന്ന ഗ്രന്ഥം ഭാഗ്യവശാൽ മലയാളത്തിൽ വായിക്കാൻ ലഭിക്കും. അത് ചെറിയാൻ ഈപ്പൻ, ഡോക്ടർ ചെറിയാൻ ഈപ്പൻ പ്രസിഡൻ്റായിട്ടുള്ള കോട്ടയത്തെ RIC ഫൗണ്ടേഷനാണ് ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ ഗ്രന്ഥം എല്ലാവരും വായിച്ചിരിക്കേണ്ട ഒന്നാണ്. DC ബുക്സ് ആണ് ഇതിൻ്റെ പ്രിൻറ്റിംഗ് നിർവഹിച്ചിരിക്കുന്നത്. ഇത്രയും വിശദാംശങ്ങൾ പറയാൻ കാരണം ഈ ഗ്രന്ഥങ്ങൾ രണ്ടും, ഈ സാധകൻ കൂടെ കൊണ്ടു നടന്ന ആധ്യാത്മപ്രേമം അഥവാ ഫിലോക്കാലിയ എന്ന ഈ ഗ്രന്ഥവും, ഇതേ രൂപത്തിൽ 5 വോള്യമുണ്ട്. കൂടാതെ സാധകൻ്റെ സഞ്ചാരം എന്ന ഈ ഗ്രന്ഥവും, ഈ 2 ഗ്രന്ഥങ്ങളും ഇന്നത്തെ കാലത്ത് ജാതി മത ഭേദമന്യേ എല്ലാവരും വായിച്ചിരിക്കേണ്ടതാണ്. നമുക്ക് ഇതൊരു ക്രിസ്തുമത വിശ്വാസിയായ 1800കളിൽ റഷ്യയിൽ ജീവിച്ചിരുന്ന ഒരു അജ്ഞാതനായ സഞ്ചാരി
അദ്ദേഹം യെരുശലേമിലേക്ക് ലക്ഷ്യമാക്കി യാത്ര ചെയ്യുകയായിരുന്നു. ആ യാത്രയിലാണ് അദ്ദേഹം തൻ്റെ യാത്രയെക്കുറിച്ച് തൻ്റെ ഡയറിയിൽ എഴുതിയത്, സൂക്ഷിച്ചത്. അദ്ദേഹം തൻ്റെ യാത്രയിൽ കൂടെ കരുതിയിരുന്നതാണ് ഈ ഗ്രന്ഥം. അദ്ദേഹം യെരുശലേമിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു, റഷ്യയിലെ ഇർകുട്സ് എന്ന നഗരത്തിൽ നിന്ന് യെരുശലേമിലേക്ക്. അപ്പോൾ ആ യാത്രയിൽ അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിച്ചതും അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ പ്രോത്സാഹിപ്പിച്ചതുമായ എല്ലാ കാര്യങ്ങളും ഈ 2 ഗ്രന്ഥങ്ങളുടെ പാരായണത്തിലൂടെ നമുക്ക് ബോധ്യപ്പെടും. അതുകൊണ്ടാണ് ഇന്നത്തെ ഈ ജീവിത ചുറ്റുപാടിൽ നമ്മളിത് വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ്. അപ്പോൾ അത് എന്തുകൊണ്ട് വായിക്കണം എന്നുള്ളതിൻ്റെ കുറച്ച് വിവരണങ്ങളാണ് ഞാനിവിടെ ഇനി തുടർന്ന് പറയാൻ പോകുന്നത്. നിങ്ങൾ എന്തുകൊണ്ട് ഇത് വായിക്കണം, അതിൽ സാധകൻ്റെ സഞ്ചാരം എന്നുള്ള ഈ പുസ്തകത്തിനെ കുറിച്ചുള്ള മറ്റൊരു വീഡിയോ തയ്യാറാക്കുന്നുണ്ട്. തൽക്കാലം ഇവിടെ ആ കൂടെ കൊണ്ടു നടന്ന ഫിലോക്കാലിയ എന്ന ഈ ഗ്രന്ഥത്തെക്കുറിച്ചുള്ള വിവരണമാണ്, ഇതിൻ്റെ കുറച്ച് വിവരണങ്ങളാണ് ഇന്നിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഗ്രന്ഥത്തെക്കുറിച്ചുള്ള ഏകദേശം ഒരു അറിവ് കിട്ടാൻ വേണ്ടി. കാരണം ഇത് പൂർണ്ണമായും വായിച്ച് മനസ്സിലാക്കേണ്ടതും വായിക്കേണ്ടതുമാണ്. കാരണം ഒരു ക്രിസ്തീയ വിശ്വാസിയായ സാധകൻ്റെ ഡയറി കുറിപ്പ് ഇന്ത്യയിലെ ഒരു ഹിന്ദുമത സന്യാസി അത് പകർത്തിയും പ്രസിദ്ധീകരിക്കണം എന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് ഒരു സമൂഹത്തിന് നൽകുന്ന സന്ദേശം എന്താണെന്നും അത് ഇന്നത്തെ കാലത്ത് അത്രമാത്രം വിലപ്പെട്ടതാണെന്നുമുള്ളത് നമുക്ക് ഈ പ്രവർത്തനത്തിൽ തന്നെ മനസ്സിലാകും. അതുകൊണ്ടാണ് ഈ ഗ്രന്ഥം വായിക്കണം എന്ന് നിർബന്ധപൂർവം ശുപാർശ ചെയ്യുന്നത്. ഇനി ഈ ഗ്രന്ഥത്തിൻ്റെ കുറച്ച് ഭാഗങ്ങൾ, കാര്യം ഇത് മുഴുവനും ഒറ്റ ദിവസം കൊണ്ടോ ഒരു സമയം കൊണ്ടോ പറയാൻ പറ്റില്ല. ഇതിനെക്കുറിച്ച് ഈ പുസ്തകത്തിൻ്റെ പൂർണ്ണരൂപമല്ല, ഇതിനെക്കുറിച്ച് ചില ആശയങ്ങൾ, അതെന്താണ് അതിൽ പറഞ്ഞിരിക്കുന്നത്, അത് നമുക്ക് എങ്ങനെ ഗുണപ്പെടും എന്ന് വായനക്കാരെ അല്ലെങ്കിൽ ഇത് വായിക്കാൻ താല്പര്യമുള്ളവരെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഇത് പറയുന്നത്. അപ്പം അതിൽ കുറച്ച് പോയിൻറ്റ്സ് പറയാം. ഈ പോയിൻറ്റ്സ് കേൾക്കുമ്പോൾ മനസ്സിലാവും എന്തുകൊണ്ടാണ് ഇത് വായിക്കണമെന്ന് പറയുന്നത്. അതിൽ പോയിൻറ്റുകൾ മാത്രമായിട്ട് ഒന്നൊന്നായിട്ട് പറയാം. ആ പോയിൻറ്റ്സിന് പറയുമ്പോൾ അതിന് അനുയോജ്യമായ ചില ഇലസ്ട്രേഷൻസ് കൂടെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് ശബ്ദരൂപത്തിലാണ് നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുക. നിങ്ങളത് കേട്ടു നോക്കുക. ഇനി ആ ശബ്ദരൂപത്തിലേക്ക് നമുക്കൊന്ന് പോകാം. അറിവുള്ളവരെയാണ് ബുദ്ധിമാന്മാർ എന്ന് തെറ്റായി പറയുന്നത്. ആത്മാവിന് ഗുണകരമായ പ്രവൃത്തികൾ ചെയ്യുന്നവരാണ് ബുദ്ധിമാന്മാർ. ആത്മാവിന് അനുയോജ്യമായവ മാത്രം തിരഞ്ഞെടുക്കുന്നവരാണ് ബുദ്ധിമാന്മാർ. ചികിത്സിക്കുന്ന ഡോക്ടറെ കുറ്റപ്പെടുത്താതിരിക്കുകയും രോഗം ബാധിച്ചതിൻ്റെ പേരിലും അല്ലെങ്കിൽ രോഗം ഭേദമാകാത്തതിൻ്റെ പേരിലും ദൈവത്തെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നതാണ് മനുഷ്യൻ്റെ രീതി. ആത്മനിയന്ത്രണവും സഹനശക്തിയും ഉള്ളവർക്ക് ദുഃഖമുണ്ടാകുന്നില്ല. പണവും പ്രശസ്തിയും ലക്ഷ്യമാക്കുമ്പോഴാണ് ആത്മാവ് ദുഷിക്കുന്നത്. ലളിത ജീവിതമാണ് സന്തോഷത്തിന് വഴിതെളിക്കുക. സമ്പത്തും സ്വത്തും കൂട്ടിവെച്ച് അതിൽ നിന്ന് ദുഃഖമുണ്ടാകുമ്പോൾ ദൈവത്തെ കുറ്റപ്പെടുത്തുന്നതാണ് നമ്മുടെ രീതി. ദുശാഠ്യം നിറഞ്ഞ ആഗ്രഹങ്ങളാണ് മരണത്തെ വളർത്തിയെടുക്കുന്നത്. നിരക്ഷരരും ദുരാചാരരും മറ്റുള്ളവർ തങ്ങളെപ്പോലെയാകണം എന്നാണ് ആഗ്രഹിക്കുന്നത്. മറ്റുള്ളവർ മോശക്കാരാണ് എന്നവർ വിശ്വസിക്കുന്നു. സുഹൃതികളും വിശുദ്ധ ജീവിതം നയിക്കുന്നവരും കലാകാരന്മാരെ പോലെ മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തുന്ന ജോലികൾ വേണം ചെയ്യാൻ. അച്ചടക്കമില്ലാത്ത സമ്പന്നൻ തിന്മയുടെ വശത്തും അച്ചടക്കമുള്ള ദരിദ്രൻ നന്മയുടെ വശത്തുമാണ്.
അപരിചിത സ്ഥലത്ത് വഴിതെറ്റുന്നത് പോലെയാണ് ആഗ്രഹങ്ങൾ വഴിതെറ്റിക്കുന്നത്. ദുർമാർഗികളെയും അറിവില്ലാത്തവരെയും പരിശീലിപ്പിച്ച് മനുഷ്യരാശിയെ രൂപപ്പെടുത്തുന്ന ജോലിയിൽ ഏർപ്പെടണം. തിരുത്തപ്പെടാൻ തയ്യാറല്ലാത്തവരെ ഒഴിവാക്കണം. സംസാരിക്കുക എന്നതു മാത്രമാണ് മനുഷ്യനും മൃഗവും തമ്മിലുള്ള വ്യത്യാസം. കൈത്തൊഴിലുകാരൻ ഉപകരണത്തിലൂടെ വൈദഗ്ധ്യം കാണിക്കുന്ന പോലെ വിശുദ്ധ ജീവിതം നയിക്കുന്നവർ ആത്മാവിലൂടെ അത് നിർവഹിക്കണം. വാഹനം ഓടിക്കാൻ പരിശീലനം നേടുന്ന പോലെയാണ് ജീവിതം നയിക്കുന്നതിനും. ഉയർന്ന പദവിയിലിരിക്കുന്നവരാണ് സ്വതന്ത്രർ എന്ന് നമ്മൾ കരുതും. പക്ഷേ അവർ സ്വതന്ത്രരല്ല. സ്വഭാവത്തിലും മാർഗദർശനത്തിലും സ്വതന്ത്രരായവരാണ് യഥാർത്ഥ സ്വതന്ത്രർ. ഈ കേട്ട വിവരണങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. കൂടുതൽ ഇതിനെക്കുറിച്ചുള്ള അറിവ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് അടുത്ത വീഡിയോ ചെയ്യുന്നതാണ്. അതും നിങ്ങൾ കേൾക്കണം. കാരണം ജീവിതത്തിൽ ഒരു നല്ല ഉന്നമനം ഉണ്ടാകുന്നതിന് ഇത് വളരെ സഹായകമാണ്. കാരണം നമ്മുടെ ഈ ഇന്നത്തെ ജീവിതത്തിൻ്റെ സ്ട്രെസ്സും ലക്ഷ്യബോധത്തെക്കുറിച്ചുള്ള സംശയങ്ങളും എല്ലാം തീരാൻ ഈ ഗ്രന്ഥം നല്ല മനുഷ്യനിർമ്മിതിക്ക് വേണ്ടിയിട്ടാണ് ഇതിവിടെ അവതരിപ്പിക്കുന്നത്. നല്ല മനുഷ്യരായി ഒരു വലിയ നല്ല മനുഷ്യ സമൂഹം ഉണ്ടാകുക, അതാണ് നമ്മുടെ ലക്ഷ്യം. വിശ്വാസം എന്തുമായിക്കോട്ടെ, ഒരു നല്ല മനുഷ്യ സമൂഹം ഉണ്ടാകണം എന്നുള്ള ലക്ഷ്യം മാത്രമാണ് ഈ ഗ്രന്ഥങ്ങളുടെ ഉള്ളടക്കം പറയുന്നത്. ഇതാര് നിർമ്മിച്ചു, ആര് എഴുതിയെന്നൊന്നുള്ള പ്രസക്തമല്ല. പക്ഷേ ഇതിൻ്റെ ഉള്ളടക്കം മനസ്സിലാക്കുമ്പോൾ നമുക്ക് ബോധ്യമാകുന്നു ഒരു നല്ല മനുഷ്യ സമൂഹ നിർമ്മിതി സാധ്യമാകാൻ ഇതിലൂടെയുള്ള അറിവ് സാധിക്കുമെന്നുള്ളത് ഈ ഇപ്പോൾ കേട്ട കുറച്ച് പോയിൻറ്റ്സ് വെച്ച് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. ഇതിൻ്റെ അടുത്ത ഭാഗം അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം. തീർച്ചയായിട്ടും അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കിത് ബോധ്യപ്പെട്ടുവെങ്കിൽ അത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവർക്ക് ഇത് അയച്ചു കൊടുക്കുക. ഒരു നല്ല സമൂഹം നിർമ്മിക്കപ്പെടട്ടെ എന്നുള്ള നിസ്വാർത്ഥമായ ആഗ്രഹം മാത്രമാണ് ഇതിന് പിന്നിലുള്ളത്. എല്ലാവർക്കും നന്മ വരട്ടെ.